ഹലോ, ഇന്ന് ഞാൻ അമ്പലത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. ഒരു ഗ്ലോയി നാച്ചുറൽ ഫേസ് ക്രീമാണ് കേട്ടോ ആദ്യം എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മുഖം ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ പോൺസിൻ്റെ ഒരു വൈറ്റനിങ് ക്രീമാണ്. അത് കാലിയായി കുപ്പി. അപ്പോൾ പിന്നെയാണ് ഞാൻ അത് കാണുന്നത് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു നല്ലൊരു ഗ്ലോയിങ് കിട്ടും, അതുപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റനിങ്ങും കിട്ടും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ലിപ് ബാം ഇടുകയാണ്. ലിപ് ബാം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഷോയിൽ നിന്ന് വാങ്ങിച്ചൊരു ലിപ് ബാമാണ്. ഇത് വൈറ്റ് ആയിരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് റെഡ് കളറിലോട്ട് മാറും. നല്ലൊരു ലിപ് ബാമാണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമാണ് ലിപ് ബാം. ഞാൻ അതിൻ്റെ ലിങ്ക് പിൻ ചെയ്തിരിക്കും കേട്ടോ. ഇപ്പോൾ ലിപ് ബാം ചെയ്തു. അത് കഴിഞ്ഞ് ഐബ്രോ ഫില്ല് ചെയ്യണം. അപ്പോൾ ഞാൻ ഐബ്രോ പെൻസിൽ വെച്ചാണ് ഐബ്രോ ഫില്ല് ചെയ്യണത്. അതിൻ്റെ ബ്രഷോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഐബ്രോ പെൻസിൽ വെച്ചാണ് ഐബ്രോ ഫില്ല് ചെയ്യണത്. അത് കഴിഞ്ഞ് ഐ ഷാഡോ, അത് ലിപ്സ്റ്റിക്ക് ഇട്ടാണ് ഐ ഷാഡോ ഞാൻ ഇടുന്നത്. അത് സ്ഥിരമായി ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കണ്ണെഴുതാം. അത് ഡാസ്ലറിൻ്റെ ഐലൈനർ വെച്ചാണ് കേട്ടോ കണ്ണെഴുതണത്. ഇങ്ങനെ അതൊക്കെ വരച്ച് കഴിഞ്ഞ് പിന്നെ ഒരു പൊട്ട് വെച്ചു, ഒരു കറുത്ത പൊട്ട് വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുകയാണ്. ഇത് ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് തന്നെയാണ്. അതും തീരാറായി. അപ്പോൾ ലിപ് ലൈനർ ഒന്നും വരയ്ക്കില്ല, ഒരു സിമ്പിൾ മേക്കപ്പ് ലിപ്സ്റ്റിക്കും ഇട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ചെറിയൊരു കുറിയും ഇട്ട് സെറ്റായി. പിന്നെ കമ്മലും ഇട്ട് ഇനി ഹെയർ ശരിയാക്കുക. അങ്ങനെ ഹെയറൊക്കെ കെട്ടി ഒരുങ്ങി. അപ്പോഴാണ് എന്തോ ഒന്ന് മറന്നതുപോലെ തോന്നിയത്. സിന്ദൂരം ഇട്ടില്ല. അപ്പോൾ സിന്ദൂരവും കൂടെ അങ്ങ് തൊട്ട് കൊടുത്തു. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ ബൈ ബൈ, സീ യു.